കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം. കേട്ടറ്റ് LP-UP സൈക്കോളജി സിലബസ് റിവിഷൻ സീരീസിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വികസന മനഃശാസ്ത്രമാണ്. ഡെവലപ്മെൻറ്റൽ പ്രിൻസിപ്പിൾസ് ഓൺ ലേണിംഗ്, കേട്ടറ്റ് സിലബസിൽ ഡെവലപ്മെൻറ്റൽ പ്രിൻസിപ്പിൾസ് ഓൺ ലേണിംഗ് എന്ന ടോപ്പിക്കിൽ വരുന്നൊരു ഭാഗമാണിത്. എന്താണ് വികസന മനഃശാസ്ത്രം? ഒരു വ്യക്തി അയാളുടെ ജീവിതഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് വികസനങ്ങൾ ഒരാളിൽ സംഭവിക്കുന്നുണ്ട്. ആ വികസനങ്ങളും അതുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞരെയും അവരുടെ തിയറികളുമാണ് ഈ പാഠഭാഗത്ത് പഠിക്കാൻ വരുന്നത്. വികസന മനഃശാസ്ത്രം എന്താണ്? വികസന മനഃശാസ്ത്രം ജീവിതത്തിലുടനീളം ആളുകൾ ശാരീരികമായിട്ടും വൈജ്ഞാനികമായിട്ടും വൈകാരികമായിട്ടും സാമൂഹികമായിട്ടും എങ്ങനെ വളരുന്നുവെന്നും മാറുന്നുവെന്നും പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ് വികസന മനഃശാസ്ത്രം. അതായത് ജീവിതത്തിലുടനീളം ഒരാൾ ശാരീരികമായിട്ട് വൈജ്ഞാനികമായിട്ട് വൈകാരികമായിട്ട് അതുപോലെ സാമൂഹികമായിട്ട് എങ്ങനെ വളരുന്നു എങ്ങനെ മാറുന്നു എന്ന് പഠിക്കുന്ന ശാസ്ത്രമാണ് വികസന മനഃശാസ്ത്രം. ഏതൊക്കെ തരം വികസനങ്ങളാണ് ഒരാളിൽ സംഭവിക്കുന്നത്? ശാരീരിക വികസനം, വൈകാരിക വികസനം, ബൗദ്ധിക വികസനം അല്ലെങ്കിൽ മാനസിക വികസനം, സാമൂഹിക സാൻമാർഗിക വികസനം, ഭാഷാ വികസനം. ഏതൊക്കെ 5 വികസനങ്ങളാണ് പ്രധാനപ്പെട്ടു വരുന്നത്? ശാരീരിക വികസനം, വൈകാരിക വികസനം, ബൗദ്ധിക വികസനം അല്ലെങ്കിൽ മാനസിക വികസനം, സാമൂഹിക സാൻമാർഗിക വികസനം, ഭാഷാ വികസനം. ഈ ഓരോ വികസനങ്ങളും അതുമായിട്ട് വരുന്ന ഒരുപാട് മനഃശാസ്ത്രജ്ഞരുടെ തിയറികളുണ്ട്. ഓരോന്നും പഠിച്ചു പോകണം. ആദ്യം നമുക്ക് അതിനു മുമ്പ് വികസന ദൗത്യം എന്താണെന്ന് നോക്കാം. വികസന ദൗത്യം അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ടാസ്ക്. വികസന ദൗത്യം എന്ന് പറയുന്നത് ഒരു ശിശു ജനിച്ച് ആ കുട്ടിയുടെ ജീവിതത്തിലുടനീളം ആ കുട്ടി ഓരോ കാലയളവിലും ഓരോ പ്രായത്തിലും നേടിയെടുക്കേണ്ട കാര്യങ്ങളുണ്ട്. ഓരോ പ്രായത്തിലും ആ കുട്ടിക്ക് ദൗത്യങ്ങൾ വരുന്നുണ്ട്. സമൂഹം അല്ലെങ്കിൽ പ്രകൃതിപരമായിട്ടും വന്നിട്ടുള്ള ഒരുപാട് ദൗത്യങ്ങളുണ്ട്. ഈ ദൗത്യങ്ങൾ ആ പ്രായത്തിൽ അല്ലെങ്കിൽ ആ കാലയളവിൽ ആ കുട്ടി നേടിയെടുത്താൽ തുടർന്നുള്ള ആ കുട്ടിയുടെ ഭാവി ജീവിതം സന്തോഷകരവും സംതൃപ്തിയുള്ളതുമായിരിക്കും. എന്നാൽ ഒരു കുട്ടി ഒരു കാലയളവിൽ നേടിയെടുക്കേണ്ട ദൗത്യത്തിൽ പരാജയപ്പെട്ടാൽ ആ കുട്ടി സമൂഹത്തിൻ്റെയും അസന്തുഷ്ടിക്കും കാരണമാകുന്നു. ആ കുട്ടിയുടെ മുന്നോട്ടുള്ള ജീവിതം ദുരിതപൂർണമാവുകയും ചെയ്യുന്നു എന്നാണ് വികസന ദൗത്യത്തിൽ പറയുന്നത്. വികസന ദൗത്യം ഡെവലപ്മെൻറ്റൽ ടാസ്ക് റോബർട്ട് ഹാവിംഗസ്റ്റ് ആണ് ഇത് വിശദീകരിച്ചത്. റോബർട്ട് ഹാവിംഗസ്റ്റ് ആണ് വികസന ദൗത്യം വിശദീകരിക്കുന്നത്. വരുന്ന ഒരു ദൗത്യമാണ് വികസന ദൗത്യം. അത് വിജയകരമായി പൂർത്തിയാക്കുന്നത് പിന്നീടുള്ള ജോലികളിൽ സന്തോഷത്തിനും വിജയത്തിനും കാരണമാകുന്നു. അതേസമയം പരാജയം പിന്നീടുള്ള ജോലികളിൽ ദുരിതത്തിനും ബുദ്ധിമുട്ടുകൾക്കും കാരണമാകുന്നു. ഈ ദൗത്യം സമൂഹം കൊണ്ടുവരുന്നതാവാം അല്ലെങ്കിൽ പ്രകൃതിപരമായിട്ടുള്ളതാവാം. ഈ ദൗത്യങ്ങൾ ഉദാഹരണത്തിന് ഒരു കുട്ടി ഒരു വയസ്സാകുമ്പോഴേക്ക് ആ കുട്ടി നടക്കാൻ പഠിക്കണം അല്ലെങ്കിൽ എണീറ്റ് നിൽക്കാൻ തുടങ്ങും. പിടിക്കാതെ നിൽക്കാൻ പഠിക്കണം. ഇതിൽ പരാജയപ്പെടുന്നൊരു കുട്ടി സമൂഹത്തിൽ നിന്ന് സംസാരം വരും. ഈ കുട്ടി നടക്കാൻ തുടങ്ങിയില്ലല്ലോ, ഒരു വയസ്സായിട്ടും നടക്കാൻ തുടങ്ങിയില്ലല്ലോ. ആ ഒരു സംസാരത്തിലേക്ക് ആ കുട്ടി എത്തുന്നു. ഇനി ഒരു 1-ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ ഒരു കുട്ടി എന്ത് വേണം? മലയാളം എഴുതാനും അതിൻ്റെ മാതൃഭാഷ എഴുതാനും പഠിക്കാനും വായിക്കാനും അറിയണം. അത് നേടിയെടുക്കുന്നൊരു കുട്ടി പിന്നീടുള്ള ക്ലാസ്സുകളിൽ വിജയം നേടും. ഇല്ലാത്തൊരു കുട്ടി ടീച്ചേഴ്സിൻ്റെ അസന്തുഷ്ടിക്ക് കാരണമാകുന്നു. അതുപോലെ തന്നെ പിന്നീടുള്ള ക്ലാസ്സുകളിൽ ആ കുട്ടിക്ക് പഠനം ദുരിതപൂർണമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഓരോ പ്രായത്തിൽ വരുന്ന ദൗത്യങ്ങൾ നേടിയെടുക്കുന്നവർ വിജയിക്കുകയും അല്ലാമത്തിൽ സ്ട്രഗിൾ ചെയ്യുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു തിയറിയാണ് വികസന ദൗത്യം അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ടാസ്ക്. ഇത് വിശദീകരിച്ചത് റോബർട്ട് ഹാവിംഗസ്റ്റ് ആണ്. ഇനി ഓരോ 5 വികസനങ്ങളാണ് പഠിച്ചത്. അതിലെ ഓരോ വികസനങ്ങളും അതിൽ വരുന്ന തിയറികളും ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ശാരീരിക വികസനമാണ്. ശാരീരിക വികസനത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൈക്കോളജിക്കലായിട്ട് ഒരുപാട് തിയറീസ് ഒന്നും വരുന്നില്ല. ഓരോ കുട്ടിയുടെ ജീവിതഘട്ടത്തിലും വരുന്ന ശാരീരികമായിട്ടുള്ള പ്രധാന മാറ്റങ്ങളാണ് പഠിക്കുന്നത്. ശൈശവത്തിൽ ദ്രുതഗതിയിലുള്ള ശാരീരിക വികസനം സംഭവിക്കുന്നു. ശാരീരിക വികസനം ശൈശവത്തിൽ ദ്രുതഗതിയിലുള്ള ശാരീരിക വികസനം സംഭവിക്കുന്നു. ജനനം മുതൽ 3 വയസ്സ് വരെയാണ് ശൈശവം വരുന്നത്. 1 വയസ്സാവുമ്പോഴേക്കും പാൽപ്പല്ല് വരുന്നു. 6 മാസമാകുമ്പോൾ ശരീരഭാരം ഇരട്ടിക്കുകയും 1 വർഷമാകുമ്പോൾ 3 ഇരട്ടിയാവുകയും 2 വർഷത്തിനുള്ളിൽ 4 ഇരട്ടിയാവുകയും ചെയ്യുന്നു.
ശരീരത്തോട് അപേക്ഷിച്ച് തലയുടെ വലിപ്പം ചെറുതാകുന്നു. ശൈശവത്തിൽ വരുന്ന പ്രധാന ശാരീരിക വികസനങ്ങളാണ് ദ്രുതഗതിയിലുള്ള ശാരീരിക വികസനമാണ് സംഭവിക്കുന്നത്. പെട്ടെന്ന് കുട്ടിയിൽ മാറ്റം വരും. 1 വയസ്സാകുമ്പോഴേക്കും പാൽപ്പല്ല് വരും. 6 മാസം തൊട്ട് പാൽപ്പല്ല് വരാൻ തുടങ്ങുന്നു. 1 വയസ്സാകുമ്പോഴേക്കും പാൽപ്പല്ല് വരും. 6 മാസമാകുമ്പോൾ ഭാരം ഇരട്ടിക്കും. 1 വർഷമാകുമ്പോൾ 3 ഇരട്ടിയാവുകയും 2 വർഷത്തിനുള്ളിൽ അത് ഭാരം 4 ഇരട്ടിയാവുകയും ചെയ്യുന്നു. ശരീരത്തോട് അപേക്ഷിച്ച് തലയുടെ വലിപ്പം ചെറുതാവുന്നു. തലയോട് അപേക്ഷിച്ച് ശരീരത്തിൻ്റെ വളർച്ച പെട്ടെന്ന് നടക്കുകയും തലയുടെ വളർച്ച പതുക്കെ നടക്കുകയും ചെയ്യുന്നതുകൊണ്ട് ശരീരത്തിൻ്റെയും തലയുടെയും അനുപാതം മാറിക്കൊണ്ടിരിക്കുന്നു. ആദ്യം 1/4, അതായത് ശരീരത്തിൻ്റെ നീളം 4 ആണെങ്കിൽ 1 തലയുടെ വലിപ്പം ഉണ്ടായിരിക്കും. അത് പിന്നീട് 1/8 മാറുന്നു. ശരീരയുടെ വലിപ്പം 8 യൂണിറ്റ് ഉണ്ടെങ്കിൽ 1 യൂണിറ്റ് ആയിരിക്കും തലയുടെ വലിപ്പം. അപ്പോൾ ശരീരത്തോടനുബന്ധിച്ച് തലയുടെ വലിപ്പം ചെറുതായിട്ട് വരുന്നു. ദെൻ ബാല്യകാലം എന്ന് പറയുന്നത് ആദ്യകാല ബാല്യവും പിൽക്കാല ബാല്യകാലവും കൂടിയിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് 3 വയസ്സ് കഴിഞ്ഞ് 12 വയസ്സ് വരെ പാൽപ്പല്ല് മാറിയിട്ട് സ്ഥിരദന്തങ്ങൾ വരുന്നു. പാൽപ്പല്ല് പറഞ്ഞു പോയിട്ട് സ്ഥിരദന്തങ്ങൾ വരുന്നു. എല്ല് ബലമുള്ളതാവുന്നു. ശരീരത്തിൻ്റെ നീളം, ഭാരം കൂടുന്നു. പിന്നെ നിങ്ങൾക്ക് അറിയാം ശാരീരികമായിട്ടുള്ള ഒരു കുട്ടി ആ ഒരു കാലഘട്ടത്തിൽ കുട്ടിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന്. ദെൻ കൗമാരഘട്ടം എന്ന് പറയുന്നത് 12 തൊട്ട് 19 വരെയാണ്. പെട്ടെന്നുള്ള വളർച്ച കൗമാരത്തിൽ നടക്കുന്നു. ആന്തരിക അവയവങ്ങൾ പൂർണ്ണ വളർച്ചയിലെത്തുന്നു. ശരീര വളർച്ച പൂർണ്ണമാവുന്നു. 19 വയസ്സോടുകൂടി കൗമാരം കഴിയുന്നതുകൂടി പൂർണ്ണ വളർച്ചയിലേക്ക് ഒരാളെത്തുന്നു. ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ലൈംഗിക സവിശേഷതകൾ പൂർണ്ണമാവുന്നു. ലൈംഗികപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നത് കൗമാര കാലഘട്ടത്തിലാണ്. ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വികസന മനഃശാസ്ത്രം പഠിച്ചു. അതുപോലെ വികസന ദൗത്യം എന്തെന്ന് റോബർട്ട് ഹാവിംഗ് ഗസ്റ്റിൻ്റെ വികസന ദൗത്യം എന്തെന്ന് പഠിച്ചു. അതുപോലെ ശാരീരിക വികസനം എന്തെന്നും പഠിച്ചു. ഇനി അടുത്ത ക്ലാസ്സുകളിലായിട്ട് മറ്റു വികസന ഘട്ടങ്ങൾ ഓരോന്നും വൈകാരിക വികസനം പഠിക്കാം. അതിന് സംബന്ധിച്ച് വരുന്ന തിയറികളും പഠിച്ചു പോരാം. താങ്ക് യു. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക.